ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. സക്കാത്തിനെ വിശദമായി പഠിക്കൽ നമ്മുടെ കടമയാണ്. സക്കാത്ത് നൽകാത്തവന് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് സ്വർണം, വെള്ളി ഇവയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. സ്വർണം, വെള്ളി, നാണയങ്ങളെ കൂട്ടത്തുനിന്ന് സക്കാത്ത് നിർബന്ധമായ രണ്ട് വസ്തുക്കളാണ്. ഈ സ്വർണം, വെള്ളി എന്നിവക്ക് സക്കാത്ത് നിർബന്ധമാവാൻ രണ്ട് നിബന്ധനകൾ ഉണ്ട്. ഒന്ന്, അതിന്റെ കണക്ക് എത്തണം, കണക്ക് പൂർണ്ണമാവണം. 1 പവനോ 2 പവനോ 1 ഗ്രാമോ 2 ഗ്രാമോ ഉണ്ടായാൽ പോരാ, മറിച്ച് നിശ്ചിത കണക്ക് എത്തിച്ചാൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാവൂ. 85 ഗ്രാം തങ്കം ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാവൂ. തങ്കം ഉള്ളവൻ. ആഭരണം, സ്ത്രീകൾക്ക് ധരിക്കാനുള്ള ആഭരണത്തിൽ സക്കാത്ത് ഇല്ല. ഇൻഷാ അല്ലാഹ് അത് വിശദമായി വരും. സ്വർണം എന്ന് പറയുമ്പോൾ ദഹബ്, അത് 85 ഗ്രാം എത്തണം. ഒരു 10.5 പവനിലും മുകളിൽ ഉണ്ടാകും. 84 ഗ്രാം തങ്കമുണ്ടെങ്കിൽ 10.5 പവനാണ് 85 ഗ്രാം തങ്കം. അതിൽ കൂടുതലോ തങ്കം ഉണ്ടാവണം. 1 വർഷം തികയണം. ഇതാണ് 2 നിബന്ധനകൾ. ഒന്ന്, ആ കണക്കെത്തിക്കണം. 2, ആ 1 വർഷം അവന്റെ കയ്യിൽ, അവന്റെ ഉടമയിൽ അത് ഉണ്ടാവണം. ഹവലാനു ഹൗലിൻ, 1 വർഷം തികയണം. അപ്പോ ഒരാളുടെ കയ്യിൽ 85 ഗ്രാമോ തങ്കം എന്ന് പറഞ്ഞാൽ സ്വർണം, അത് പലതും കൂട്ടുള്ളതാണ്. ദഹബ് അല്ലാത്ത പലതും കൂട്ടുണ്ടാകുമ്പോഴാണല്ലോ സ്വർണം ഇന്നത്തെ സ്വർണം. അപ്പൊ അതിൽ അല്ല, മറിച്ച് തനിച്ച ദഹബ്, അത് 85 ഗ്രാം ഉണ്ടെങ്കിൽ എത്തിച്ചാൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ. 85 85 കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. ആകെ 85 ഗ്രാമേ ഉള്ളൂ, തങ്കം മാത്രം അത് 85 ആവൂല, സ്വർണം മാത്രമേ 85 ആവണുള്ളൂ. അതിലുള്ള കൂട്ട് സ്വർണം ഇങ്ങോട്ട് വേർതിരിച്ചാൽ 85 തികയൂല. തങ്കം മാത്രം ഇങ്ങോട്ട് വേർതിരിച്ചാൽ 85 തികയൂലെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. 85 ഗ്രാമോ അതിൽ കൂടുതലോ തങ്കമുണ്ടെങ്കിൽ ആണ് സക്കാത്ത് നിർബന്ധമാവുക. 20 മിസ്കാല് എന്ന് പറയുന്നതും ഈ 85 ഗ്രാമിന്റെ അളവാ. ഗ്രന്ഥങ്ങളിലൊക്കെ 20 മിസ്കാല് എന്ന് കാണാം. ഈ സ്വർണത്തിന് എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? അത് 2.5%. 1/4. അതായത് മൊത്തം സ്വർണത്തിന് 10 കഷ്ണമാക്കുക, 10 ഭാഗമാക്കുക, അതിൽ ഒരു ഭാഗത്തെ 4 ഭാഗമാക്കുക. ആ 4/1 സക്കാത്ത് നിർബന്ധക. വേണമെങ്കിൽ 40/1 എന്നും പറയാം. 40 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യ. 85നെ 40 കൊണ്ട് ഹരിച്ച് കിട്ടിയാൽ കിട്ടുന്ന സംഖ്യ 85. അല്ലെങ്കിൽ എത്രയാണോ അവന്റെ അടുത്ത് ഉള്ളത്, 50 പവനാണെങ്കിൽ അത്ര 85 ഗ്രാം. ഇനി 100 ഗ്രാം ആണെങ്കിൽ 100നെ 40 കൊണ്ട് ഹരിച്ച്, അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിച്ചിട്ട് പിന്നെ 10നെ 4 കൊണ്ട് ഹരിക്കാം. 10/1 4/1 എന്നും പറയാം. ചുരുക്കി പറഞ്ഞാൽ 2.5%. 40 കൊണ്ട് ഹരിച്ചാൽ എളുപ്പത്തിൽ വേഗം ലഭിക്കും. ഇത് 1 വർഷം അവന്റെ കയ്യിൽ ഉടമയിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇനി വെള്ളിയുടെ കണക്കും കൂടി ഞാൻ ഇവിടെ തന്നെ പറയാം. ഇത് രണ്ടിനെയും നിബന്ധനകളൊക്കെ കുറെ ഒന്നാണ്, അളവിന് വ്യത്യാസമുണ്ട്. വെള്ളി 200 ദിർഹം എന്നാണ് വെള്ളിയുടെ കണക്ക് പറഞ്ഞത്.
200 ദിർഹമിന്റെ താഴെ ഒരു വർഷം സൂക്ഷിച്ചാൽ സക്കാത്ത് ഇല്ല. 200 ദിർഹം സൂക്ഷിച്ചാൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളി. 595 ഗ്രാം വെള്ളി സൂക്ഷിച്ച് ഒരു വർഷം സൂക്ഷിച്ചാൽ, ആഭരണമല്ലാത്ത വെള്ളിയാണ് പറയുന്നത്, സ്വർണവും ആഭരണം അവിടെ കെട്ടാൻ പിന്നെ പറയാം. സൂക്ഷിച്ചാൽ സക്കാത്ത് നൽകണം. അതിന്റെയും 2.5% അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൂക്ഷിച്ചാലും അതിന്റെ താഴെ സൂക്ഷിച്ചാൽ സക്കാത്തില്ല. ഒരു വർഷം അവന്റെ ഉടമാവകാശത്തിൽ നിന്നെങ്കിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ. ഒരു വർഷം തികയുന്ന സമയത്താണ് സക്കാത്ത് നൽകേണ്ടത്. ഒരു വർഷം തികയുക എന്ന് പറഞ്ഞാൽ റമദാനിലാവണമെന്നില്ല തികയുന്നത്. റമദാനിൽ സക്കാത്ത് എന്നൊരു കണക്ക്, അത് സക്കാത്തുൽ ഫിത്ർ മാത്രമേ ഉള്ളൂ. മറിച്ച് ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്താണ് സക്കാത്ത് നൽകേണ്ടത്. കച്ചവടത്തിന്റെ സക്കാത്താവട്ടെ, സ്വർണ്ണ വെള്ളിയുടെ സക്കാത്താവട്ടെ ഒക്കെ ഒരു വർഷം തികയുന്ന സമയത്ത് നൽകണം. ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ ഉടമയിൽ വന്നിട്ട് ഒരു വർഷമായി കഴിഞ്ഞാൽ അവൻ സക്കാത്ത് വേഗം നൽകണം. പിന്നീട് പിന്തിക്കാൻ പാടില്ല. അടുത്ത റമദാനിലേക്ക് പിന്തിക്കാൻ പാടില്ല. മറിച്ച് ഉടനെ നൽകണം. ഇനി വേണമെങ്കിൽ അടുത്ത റമദാൻ കഴിഞ്ഞിട്ട് ഒരു വർഷമാകാനുള്ള സ്വർണ്ണ വെള്ളി കച്ചവടത്തിന്റെ സക്കാത്ത് ഈ റമദാനിൽ തന്നെ നേരത്തെ മുന്തിച്ചു കൊടുക്കാം. ഒരു വർഷം തികയാൻ ഇനിയുണ്ട്, അപ്പോൾ ഇപ്പോൾ തന്നെ കൊടുക്കുന്നതിന് വിരോധമില്ല. വർഷം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത റമദാനിൽ ഏതായാലും റമദാൻ വരുന്നുണ്ടല്ലോ ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റില്ല. വേഗം കൊടുത്ത് തീർക്കണം. പിന്തിക്കൽ ഹറാമാണ്, നിർബന്ധമാണ് വേഗം കൊടുക്കൽ. ഒരു വർഷമാകുന്നതിന് മുമ്പ് മുന്തിക്കാം, അത് റമദാന്റെ പവിത്രത നോക്കിയിട്ട് റമദാനിൽ കൊടുക്കുന്നതിന് നേരത്തെ കൊടുക്കാം. ഇത് മനസ്സിലാക്കുക. ആഭരണത്തിന് സക്കാത്ത് ഇല്ല. ആഭരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് ഇല്ല. സ്ത്രീകളുടെ ആഭരണം അത് എത്ര പവൻ വരെ ഉണ്ടാക്കി വെക്കാം. 100 പവൻ 200 പവൻ അണിയാൻ വേണ്ടി. എപ്പോഴും അണിയൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ അണിയുള്ളൂ. എന്നാലും സ്ത്രീക്ക് അണിയാൻ വേണ്ടി ഉണ്ടാക്കിയ എത്രയാണെങ്കിലും ആഭരണത്തിന് സക്കാത്ത് ഇല്ല. പുരുഷന്മാർക്ക് അണിയാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ആഭരണത്തിന് സക്കാത്ത് ഉണ്ടാകും. പിന്നെ വലിയൊരു വള ഉണ്ടാക്കി, വള എന്ന് പറഞ്ഞാൽ വള എന്ന് പറയാൻ പറ്റൂല, ആഭരണം എന്ന് പറയാൻ പറ്റൂല, അങ്ങനത്തെ വലിയൊരു വള അത് സ്ത്രീ ധരിച്ചാൽ അമിതമായിട്ട് എണ്ണും. ഒറ്റ വള അമിതമായ രൂപത്തിലായിരിക്കും. വള എന്ന് തന്നെ പറയാൻ പറ്റാത്ത നിലക്ക് ഒരു കോലക്കേടാകും. അങ്ങനെയുള്ളൊരു വള സ്ത്രീകൾക്ക് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാൽ അത് അമിതമാണെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാകും. അല്ലാതെ സാധാ വളകളോ മറ്റു ആഭരണങ്ങളോ എത്ര പവനും ഉണ്ടാക്കി വെക്കുന്നതിന് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്നതിന്, സ്ത്രീകൾക്ക് ധരിക്കാൻ എന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കി വെച്ചാൽ സക്കാത്ത് നിർബന്ധമില്ല എന്നതാണ് ഷാഫി മദ്ഹബ്. പിന്നെ ഒരു വർഷത്തിനിടക്ക് അവന്റെ ഉടമാവകാശത്തിൽ വന്നതിന് ശേഷം ആ ഉടമാവകാശം നീങ്ങി അവൻ അത് മറ്റൊരാൾക്ക് കൈമാറി പിന്നീട് അവനിലേക്ക് തന്നെ വന്നാൽ ആ വർഷം മുറിഞ്ഞു. ഇനി അവനിലേക്ക് രണ്ടാമത് വന്നത് മുതലാണ് വർഷം തുടങ്ങുക. മുഹറത്തിൽ അവന്റെ കയ്യിൽ വന്ന ഒരു സ്വർണ്ണ കോയിന് അല്ലെങ്കിൽ സ്വർണം 4 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് കൈമാറി ഉടമാവകാശം മാറ്റി. പിന്നീട് അത് ഇങ്ങോട്ട് തന്നെ ഉടമാവകാശം വന്നാൽ ആ രണ്ടാമത് വന്നത് മുതലാണ് വർഷത്തിന്റെ തുടക്കം കണക്കാക്കുന്നത്. എന്നിട്ട് അത് മുതൽ ഒരു വർഷം അവന്റെ കയ്യിൽ നിൽക്കണം. ഇടയിൽ വെച്ച് അത് കൈമാറ്റപ്പെട്ടാൽ സക്കാത്ത് നിർബന്ധമില്ല. പിന്നെ ഒരാൾക്ക് അവൻ കടം കൊടുത്തു,
ഈ സ്വർണം അല്ലെങ്കിൽ വെള്ളി കടം കൊടുത്താൽ അവിടെ അവന്റെ ഉടമയിലുള്ളത് പോലെ തന്നെയാണ്. കടം കൊടുത്താൽ അത് തിരിച്ച് അവന്റെ കയ്യിലേക്ക് വരുമ്പോൾ അവൻ സക്കാത്ത് നൽകേണ്ടതാണ്. അവൻക്ക് വർഷം തികഞ്ഞപ്പോൾ അവൻക്കത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ വർഷം തികഞ്ഞ ഉടനെ തന്നെ സക്കാത്ത് നൽകണം. പ്രതീക്ഷയില്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ള സക്കാത്ത് അടക്കം നൽകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ കടം കൊടുത്തതിന് സക്കാത്ത് നൽകേണ്ടതാണ്. ഒരാൾക്ക് ഒരു 85 ഗ്രാം കടം കൊടുത്തു. അങ്ങനെ കടം വാങ്ങിയ ആളടുക്കൽ അത് സൂക്ഷിച്ചൊരു വർഷം അയാള്, എങ്കിൽ ഈ കടം കൊടുത്തയാളുടെ ധനം കടമായി അവിടെ കിടക്കുന്നത് കൊണ്ട് കടം കൊടുത്തയാളും ഒരു വർഷം കഴിഞ്ഞാൽ അവന്റെ ഉടമയിലേക്ക് വന്നതിന് ശേഷമുള്ള വർഷം തികഞ്ഞാൽ സക്കാത്ത് നൽകണം. കടം വാങ്ങിയ ആളടുക്കൽ അത് സൂക്ഷിച്ചെടുത്തു വെച്ചു എങ്കിൽ ആ വാങ്ങിയ ആളും സക്കാത്ത് നൽകേണ്ടതാണ്. സ്ത്രീകൾക്ക് മാത്രം ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണത്തിന് സക്കാത്തില്ല. പുരുഷന്മാർക്ക് ധരിക്കാനാണ് ഉണ്ടാക്കിയതെങ്കിൽ സക്കാത്തുണ്ട്. ഇനി ആഭരണമാക്കിയത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്, ആർക്കും ധരിക്കാനല്ല, സ്ത്രീകൾക്ക് ധരിക്കാൻ എന്ന കരുത്തിലല്ല, മറിച്ച് ആഭരണമാക്കി സൂക്ഷിച്ച് എടുത്തു വെച്ചതാണെങ്കിൽ അവിടെ സക്കാത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 2 സൈസ് സ്വർണമോ 2 സൈസ് വെള്ളിയോ ആണ് അവന്റെ കയ്യിലുള്ളതെങ്കിൽ ആ 2 സൈസ് വെള്ളിയും ഒരുമിച്ചാണ് കണക്കാക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക. 2 സൈസ് സ്വർണവും ഒരുമിച്ചാണ്. സ്വർണവും വെള്ളിയും അവന്റെ കയ്യിലുണ്ട്. സ്വർണം മാത്രം 85 ഗ്രാം ഇല്ല, വെള്ളി മാത്രം 595 ഗ്രാം ഇല്ല എങ്കിൽ അവിടെ രണ്ടും കൂടി കൂട്ടിയാല് തോനെ പൈസ ഉണ്ടല്ലോ എന്ന് കരുതി അവിടെ സക്കാത്തില്ല, മറിച്ച് ഓരോന്നിന്റെയും അളവ് ഓരോന്നായിട്ട് കൂട്ടേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. 2.5% സക്കാത്ത് നൽകേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരിക്കും, അത് പിന്നീട് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.